അയ്യോ കുഞ്ഞെ, എനിക്ക് സ്റ്റൂള് വേണ്ട. ഇതെനിക്ക് അയച്ചി എന്താണെന്നറിയത്തില്ല. കുറച്ച് ദിവസമായിട്ട് ആകെ ഒരു മന്ദത, ശരീരത്തിനൊക്കെ ഒരു വല്ലാത്ത ഭാരം, ഒന്നിനും ഒരു ഉന്മേഷം ഇല്ലാതെ ചടഞ്ഞുകൂടി ഇരിപ്പ, ഒരുമാതിരി മന്നിച്ച് കിടക്കുന്നു. ഒരുമാതിരി ക്രാവലല്ലേ മക്കളെ? ആഹാ, അത് തന്നെ. ആ അങ്ങനെ വരട്ടെ. ഇത് മറ്റവൻ തന്നെ. ഏവൻ? മറ്റേ ഒരുത്ത ഉണ്ടല്ലോ, ഒരു ഭയങ്കര കില്ലാടി, ഈ ഷുവറിന്റെ ബ്രദറേ. ഒരു വായിക്കൊള്ളാത്ത പേര്. കൊളസ്ട്രോളോ? ആ സ്റ്റോളി തന്നെ. ഒന്ന് ടെസ്റ്റ് ചെയ്യണം ചേച്ചി. വിശ്വേട്ടനും പറഞ്ഞു മരുന്ന് കഴിച്ചു തുടങ്ങണം. എന്റെ കുഞ്ഞേ, ദേ മത്തിനും മന്ദതയ്ക്കൊക്കെ ഉണ്ടല്ലോ മരുന്ന് അകത്തേക്കല്ല ചെല്ലേണ്ടത്. പിന്നെ പുറത്തെ ഈ തടി, ഇതിനാണ് മരുന്ന് ആവശ്യം. എന്ന് പറഞ്ഞാൽ ഈ തടി ഒന്ന് കുറയ്ക്കണം. സകല അസുഖങ്ങൾ അതിന്റെ പുറകെ അങ്ങ് പോകും. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സുരേന്ദ്രൻ ഡോക്ടറുടെ ഭാര്യക്ക് എത്ര വയസ്സ്? ഒരു 35. 35. അത് 11 കൊല്ലത്തിന് മുമ്പ് ദാ കിടക്കണ്. എന്ന് വെച്ചാ വയസ്സിപ്പോ 46 അയ്യോ ഓ അയ്യോ, അവർക്ക് 46 വയസ്സോ? എന്ത് വിശ്വാസം വരുന്നില്ലല്ലേ? ആദ്യം ഞാൻ അവിടെ ജോലിക്ക് ചെയ്യുന്നപ്പോ എനിക്ക് വിശ്വാസം വന്നില്ല കുഞ്ഞെ. പിന്നെ കൊച്ചമ്മ തന്നെ എന്റെ അടുത്ത് പറഞ്ഞത്, ലതാ കുമാരി എനിക്ക് വയസ്സ് എത്രയായെന്ന്. അയ്യോ, നല്ല മെലിഞ്ഞ് സ്ലിമ്മായില്ലേ അവരിയ്ക്കുന്നേ. ആ കുതിര കുട്ടിയെ പോലെ ചാടി ചാടിയല്ലേ നടക്കണത്. ഈ ആണുങ്ങക്കെ പെണ്ണുങ്ങൾ മെലിഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം. പക്ഷേ ഈ തടി പെട്ടെന്ന് കുറയാൻ ഇപ്പൊ എന്ത് ചെയ്യാനാ? ഡോക്ടർ അമ്മയുടെ വീട്ടില് ഒരു യന്ത്രമുണ്ട്, എന്തോ ഒരു മില്ലാണ്. ട്രെഡ്മില്ലാണോ? അത് തന്നെ. വീട്ടിനകത്ത് തന്നെ ഓടുകയും ചാടുകയും ചെയ്യാൻ പറ്റണ ഒരു യന്ത്രം. ഡോക്ടറും ഭാര്യയും മക്കളും എല്ലാം അതിൽ തന്നെ ഓടുകയും ചാടുകയും എല്ലാ അഭ്യാസങ്ങളും. അതിന്റെ ഒരു ചുറുചുറുക്ക അവരെ ദേഹത്ത് കാണുന്നത്. അത് ശരി. ഞാൻ വിശ്വേട്ടനെ കാത്തിരിക്കുകയായിരുന്നു. എന്താ സതി? അതെ, എന്നെ ഒന്ന് പിടിച്ചെണീപ്പിച്ച് പടികേറ്റി ചേട്ടൻ ബെഡ്റൂമിൽ കൊണ്ടേ കിടത്തുവോ? എന്തു പറ്റി സതി? വയ്യ വിശ്വേട്ട, ഒരടി നടക്കാൻ വയ്യ. എണീറ്റ ഒരു തലകറക്കം. ഇപ്പൊ തന്നെ വിശ്വേട്ടൻ നിന്ന് കറങ്ങുന്ന പോലെ എനിക്ക് തോന്നുന്നേ. സതി, നീ എഴുന്നേറ്റേ, നമുക്ക് ഇപ്പൊ തന്നെ ഒരു ഡോക്ടറെ പോയി കാണാം. നീ എഴുന്നേക്ക്. ഓ, വിശ്വേട്ടൻ എന്നെ ഇപ്പൊ താങ്ങി പിടിച്ചപ്പോഴേ പകുതി കറക്കം അങ്ങ് മാറി. ജീവിത പങ്കാളിയുടെ ശക്തി നമുക്ക് മനസ്സിലാവുന്നതേ ഇങ്ങനെയുള്ള അവസരങ്ങളില. ഒരുപാട് സ്വപ്നങ്ങളായിരുന്നു. നമ്മുടെ മോൻ പഠിച്ചു വലിയ ഉദ്യോഗസ്ഥനാകുന്ന കാണണം, പിന്നെ അവന്റെ കല്യാണം, അമ്മൂമ്മയാകണം, വിശ്വേട്ടന് അപ്പൂപ്പനാകണം, നമ്മൾ രണ്ടുപേരും കൂടി ചെറുമക്കളെല്ലാം ആളിക്കണം. അതിനിപ്പോ എന്ത് സംഭവിച്ചെന്നാ നീ പറയുന്നേ? എനിക്ക് അധികകാലം വിശ്വേട്ടന്റെ കൂടെ ഈ ഭൂമി കഴിയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല വിശ്വേട്ടാ. അയ്യോ കണ്ടില്ലേ, കൈവിട്ടാ കറങ്ങി വീഴും. ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു ഡോക്ടറെ കാണാൻ പോവാം. അതൊക്കെ ഒരുപാട് പണച്ചെലവല്ലേ വിശ്വേട്ടാ? അതുമല്ല, അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യണം, ചെന്ന് ഡോക്ടറുടെ വീട്ടിന് മുമ്പിൽ കാത്തിരിക്കണം, കൺസൾട്ടിങ് ഫീസ് വേറെ. സതി, അസുഖം മാറണമെങ്കിൽ അല്പം ബുദ്ധിമുട്ടണം. അതൊന്നും ഇല്ലാതെ ഈ രോഗം മാറ്റാൻ വിശ്വേട്ടാ. അതെങ്ങനെ? ട്രെഡ്മിൽ വിശ്വേട്ടാ, ട്രെഡ്മിൽ. വീട്ടിനകത്ത് നിന്ന് തന്നെ ഓടുകയും ചാടുകയും എക്സസൈസ് ചെയ്യാൻ പറ്റിയ ട്രെഡ്മിൽ. നമുക്കതൊന്ന് വാങ്ങിക്കാം. അത് ശരി, പറയട്ടെ. ഇപ്പൊ നിന്റെ ക്ഷീണമൊക്കെ മാറിയോ? ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണെങ്കിൽ കാലില്ലാത്തവന് ഓടിപ്പോവും. വിശ്വേട്ടാ നോക്കണം. നോക്കി. എന്റെ ദേഹത്തുനിന്ന് ഒരു 10 കിലോ കുറഞ്ഞെന്ന് വെച്ചോണം. വിശ്വേട്ടൻ എന്ത് തോന്നും? ഒറ്റ ദിവസം കൊണ്ടാണ് കുറയുന്നതെങ്കിൽ എന്തെങ്കിലും അസുഖമാണെന്ന് തോന്നുന്നു. അത് ശരി, അപ്പൊ ഞാൻ കുറച്ചുകൂടി സുന്ദരിയായും തോന്നുന്നില്ല വിശ്വേട്ടാ. ട്രെഡ്മിൽ ദിവസം ഉപയോഗിച്ചാലേ നമ്മൾ തിരിച്ച് ചെറുപ്പത്തിലേക്ക് പോകും. എന്റെ സതി, ദുർമേധസ് പോകാൻ യന്ത്രങ്ങളൊന്നും വേണ്ട, നന്നായിട്ട് അധ്വാനിച്ചാ മതി. നമുക്കതിനുള്ള സാഹചര്യങ്ങളുണ്ടല്ലോ, നെല്ലവും പറമ്പും തെങ്ങുംതോപ്പും ഒക്കെ. ഇതാ വരുന്നു ഗ്രാമവിശുദ്ധി. ദൈവമേ, ഇത് കേട്ട് ഞാൻ മടുത്തു. നാട്ടുപുറത്തുള്ളവർ എങ്ങനെങ്കിലും നാട് വിടാൻ നോക്കുമ്പോ സിറ്റിയിൽ ഒരുമാതിരി ചുറ്റുപാടൊക്കെയുള്ള ആൾക്ക് തിരിച്ചു പോകാനുള്ള വെമ്പൽ. വേണ്ട, തിരിച്ചു പോകണ്ട. ഇവിടെ മൈതാനങ്ങളുണ്ടല്ലോ, അവിടെ ഒന്ന് നടന്നാ മതി. യഥാർത്ഥ ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്ന ആരോഗ്യമാണ് യഥാർത്ഥ ആരോഗ്യം. നന്നായിട്ട് ശ്വസിച്ച് കൈ വീശി 1/2 മണിക്കൂർ നടന്നാ മതി, ആരോഗ്യം തിരിച്ചു കിട്ടും.
ആരോഗ്യത്തിനെ കുറിച്ച് സ്റ്റഡി ക്ലാസ് എടുക്കാനല്ല. എന്റെ ആഗ്രഹത്തിനൊത്തൊരു ട്രെഡ്മിൽ വാങ്ങിത്തരാൻ പറ്റുമോന്നാ ചോദിച്ചത്. എന്റെ സതി അതിനൊക്കെ മനസ്സിലായി. അതെ, അതിനൊക്കെ ഒരുപാട് പണച്ചെലവല്ലേന്നല്ലേ ചോദിക്കാൻ വന്നേ. അതെ വേണ്ട, പണമൊക്കെ ഞാൻ സംഘടിപ്പിച്ചോളാം. അത് വാങ്ങാനുള്ള സമ്മതം, അതാ ആവശ്യം. അത് തരാൻ പറ്റുമോന്നാ ചോദിച്ചത് കേട്ടോ. അയ്യോ എന്താ അല്ല മക്കളെ, ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മുടെ ആരോഗ്യം രക്ഷിക്കാനുള്ള വാക്കർ. അതൊന്ന് വാങ്ങിത്തരാൻ പറഞ്ഞപ്പോ പണത്തിന്റെ കാര്യം പറയാൻ വരുന്നതാ. ചേട്ടനൊന്ന് തല കുലിക്കാൻ മാത്രം മതി, പണം ഞാൻ ലോൺ എടുത്തുണ്ടാക്കിക്കോളാം. വാങ്ങിച്ചോട്ടേട്ടാ, നമ്മുടെ മോന്റെ കൂടെ ആരോഗ്യത്തിന് വേണ്ടിയാ. ഒന്ന് പറയട്ടെ. അപ്പൊ വാങ്ങല്ലേ വിഷുട്ടാ? അപ്പൊ വാങ്ങിക്കല്ലേ? എനിക്കറിയാം മക്കളെ, നമ്മുടെ അച്ഛൻ പാവല്ലേ. എന്റെ സതി അതിനൊക്കെ വാങ്ങിക്കാൻ വിഷുവേട്ടാ, വെപ്രാളപ്പെടാതെ. അച്ഛൻ ഡ്രസ് എടുത്തേ. ചെന്നേ മക്കളെ, ഒരു കൈ താടാ, ഒന്ന് പിടിച്ചോ.